അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടേണ്ട ഒരു കൂട്ടം സ്ത്രീകളുണ്ട് വയനാട്ടിൽ. വയനാട് കൽപ്പറ്റയിലാണ് വീട്ടുകാരികളായ സ്ത്രീകൾ മ്യൂറൽ പെയിന്റിംഗ് പഠിച്ച് സ്ഥിര വരുമാനക്കാരായി മുന്നേറുന്നത്. നിറക്കൂട്ടുകൾ കൊണ്ട് ജീവിതത്തിനും ഇപ്പോൾ ഇവർ വർണ്ണം ചാലിക്കുകയാണ്. വ്യത്യസ്തമായ വഴികളിലൂടെ ഒരു യാത്ര. വയനാട് കൽപ്പറ്റയിലെ ഈ സാധാരണ വീട്ടമ്മമാർ ആ ചിന്തയിൽ നിന്നും ഉയർത്തിയെടുത്തത് വർണ്ണക്കാഴ്ചകളുടെ വിസ്മയിപ്പിക്കുന്ന ലോകമാണ്. വ്യത്യസ്തമായ വഴിയിൽ ആസ്വാദനത്തിലൂടെയൊരു ജീവിതയാത്ര. നബാർഡും കുടുംബശ്രീയും ചേർന്ന് കൽപ്പറ്റയിലെ സന്നദ്ധ സംഘടനയായ ജീവൻ ജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിശീലന പരിപാടിയിലാണ് ആ പ്രതിഭകൾ സ്വയം കണ്ടെത്തി തുടങ്ങിയത്. പിന്നീടങ്ങോട്ട് ജൈത്രയാത്രയായിരുന്നു. മ്യൂറൽ പെയിന്റിങ്ങിൽ അവർ വിസ്മയം തീർത്തു. മൺപാത്രങ്ങൾ, മുളകൾ, തുണിത്തരങ്ങൾ എന്നിവയിലെല്ലാം കലാരൂപങ്ങൾ ആരെയും ആകർഷിക്കുന്ന വർണ്ണ വൈവിധ്യങ്ങളിൽ ഒരുങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജീവൻ ജ്യോതി എന്നുള്ള ഒരു സംരംഭം തുടങ്ങിയത് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നോക്കാനൊരു താല്പര്യം തോന്നി വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കണ്ടത്. മ്യൂറൽ പെയിൻറ്റിങ്ങും എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങൾ, പിന്നെ അത് നിറച്ച് ഇവിടുത്തെ ചുമരുകളിൽ മുഴുവൻ അത് തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്കത് പഠിക്കാനൊരു താല്പര്യം തോന്നി. അപ്പം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ പോലെ താല്പര്യമുള്ള ഒത്തിരി സ്ത്രീകൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരോടുകൂടി ചേരാനും ഇതിൻ്റെ ഒരു ഭാഗമാവാനും കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. മാസങ്ങൾ കൊണ്ട് പരിശീലനം പൂർത്തിയാക്കിയവർ സ്വന്തമായ സംരംഭങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ വരുമാനവും കണ്ടെത്തി തുടങ്ങി. ഞാനിവിടെ 6 വർഷമാണ് നമുക്ക് ജീവൻ ജ്യോതിയിൽ ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വൈത്തിരി എന്നൂരിൽ നമുക്ക് ഷോപ്പ് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഞാൻ സ്വന്തമായിട്ടാണ് പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നത്. അവിടെ നെറ്റിപ്പട്ടും അതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് സാധനങ്ങൾ ചെയ്ത് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാനും ഇതിനെ കൊണ്ട് പറ്റുന്നുണ്ട്. കേരളത്തിലെ പ്രശസ്ത മ്യൂറൽ പെയിന്റിംഗ് വിദഗ്ധൻ ആർട്ടിസ്റ്റ് കുഞ്ഞന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഇവരിൽ പലരും ഇന്ന് കൂട്ടുകാർക്കും പരിശീലനം നൽകുകയാണ്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.